വളരെ കെയർ ചെയ്ത് നടക്കണം. വളരെ ഇടുങ്ങിയ പാതകളാണ്. പുലി വന്നാലോ ഉദൈഫേ ഉദൈഫേ ഒരു ചെറിയ കൊച്ചു നീർച്ചാല് ഇതിലൂടെ ഒഴുകുന്നുണ്ട്. ഹായ് വെള്ളത്തോട് ചാടി കൂടെ എന്റെ കൊച്ചു അരുവി, നല്ല ഈ തെളിനീര് വരുന്ന ഒരു അരുവി ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. അരുവി അങ്ങനെ കാട്ടിലോട്ട് ഇറങ്ങി പോവുകയാണ്. ഈ സുന്ദരമായ ഇടവഴികളിലൂടെയും ഇടകളിലൂടെയും ഇരു സൈഡും ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെയുള്ള ഇത് തീർച്ചയായും നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. ഇത് ഏകദേശം സെൻറ്റർ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളുടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ ഇടയിലൂടെ കയറി പോവുകയാണ്. തീർച്ചയായും വളരെ രസമുള്ളൊരു, നിങ്ങളിവിടെ വന്നാൽ തന്നെ ഇതിൻ്റെ അനുഭവം ആസ്വദിക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ അജായിബുകളാണിവ. റബ്ബനാ മാ ഖലഖത ഹദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. വള്ളികളും ചുള്ളികളുമൊക്കെയായി ഇടയിലൂടെ ഇങ്ങനെ പിടിച്ച് നടന്നു പോകുന്നത് തീർത്തും ഒരു വൈബ് തന്നെയാണ്. നോക്കൂ, വഴി നീണ്ടുപോവുകയാണ്. രാമക്കൽ മേടിലെ രാമക്കൽ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു നീങ്ങുന്നത്. ഇവിടെ നിന്ന് വഴി വീണ്ടും 2-3 ഒക്കെ ആയി തിരിയുന്നുണ്ട്. ഓരോന്നും ഒരു ആംബിയൻസ് ഉള്ള വഴികളാണ്. നമ്മൾ ഈ വഴിയിലൂടെയാണ് മുന്നോട്ട് നീങ്ങിയത്. ഇരിക്കാൻ സുന്ദരമായ പാറക്കെട്ടും കാണാം. നമ്മൾ വീണ്ടും നോക്കൂ, മലയുടെ ഏകദേശം മുകളിലെത്തി. സുന്ദരമായ മല ഇങ്ങനെ ദർശിക്കാം. അങ്ങനെ നമ്മൾ ഈ മലയുടെ മുകളിൽ എത്തുകയാണ്. ഏകദേശം ഓൾമോസ്റ്റ് മുകളിലെത്തി കഴിഞ്ഞു. ഇനി നോക്കൂ, സുന്ദരമായ മല, ഫോക്സ് നിറഞ്ഞ. നമ്മൾ വന്ന വഴിയും റോഡുമൊക്കെ അപ്പുറം കാണാം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നോക്കൂ, നമ്മൾ വന്ന റോഡാണ് കാണുന്നത്. ഇവിടെ സൂര്യോദയത്തിന് സമയത്ത് വന്നാൽ ഒന്നുകൂടി ഒരു ആംബിയൻസ് ഉണ്ടാവും. ഇതാ ഇവിടെ പല വിദ്യാർത്ഥികളും ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെപ്പോലെ അപ്പുറത്ത് ഇതേപോലെ മുട്ടക്കുന്ന് കാണാം. കയറുകയാണ് ഞങ്ങൾ രാമക്കൽ മലയിലേക്ക്. രാമക്കൽ മേടിലെത്തിയ ഗൈസുകളെ കാണാം. ഇവിടെ ഫുള്ള് ആർത്തുല്ലസിച്ച് അതാ ഇവരൊക്കെ ആടിത്തമർത്തി ഓടി വരും. നോക്കൂ, രാമക്കൽ കല്ലിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, സുന്ദരമായ ദൃശ്യമല്ലേ? നോക്കൂ നിങ്ങൾ, ഇത്ര സുന്ദരമായ മലകളും പർവ്വതങ്ങളും പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനിടയിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവരൊക്കെ ആസ്വദിച്ച് ഉല്ലസിച്ച് പോവുകയാണ്. ഖൂലു റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. സൂര്യൻ ഇവിടെ ഉദിച്ചു നിൽക്കുന്നത് കാണാം. കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ സൂര്യോദയം നമുക്ക് കാണാൻ പറ്റില്ല. നോക്കൂ നോക്കൂ നോക്കൂ,
ഈ മല ശ്രദ്ധിക്കൂ, എന്ത് രസമുണ്ട്. ഇതാണ് നമ്മൾ രാമക്കൽ എന്ന് പറയുന്ന മല. ഇതിൻ്റെ മുകളിലേക്ക് കയറണം ഇൻഷാ അല്ലാഹ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കൂ, പാടങ്ങളും നെൽവയലുകളും ഒക്കെ കാണാൻ കഴിയും. എത്രയോ താഴെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 നില ബിൽഡിങ്ങിൻ്റെ ഒക്കെ അത്രയും അതിലപ്പുറം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ക്യാമറയ്ക്ക് എത്രമാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമെന്ന് എനിക്ക് കഴിയുന്നില്ല, അറിയില്ല. എന്നിരുന്നാലും ഏകദേശം നോക്കൂ, ഇത്രയും താഴ്ച നമുക്ക് കാണിച്ചു തരികയാണ്. ഇനി ഈ മലയുടെ മുകളിലേക്കാണ്, ഏറ്റവും പീക്കിലേക്ക് നമ്മൾ പോകാൻ നിൽക്കുന്നത്. അവിടെ കുറച്ച് പയ്യന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, കാണുന്നുണ്ട് ഏറ്റവും മുകളിൽ. ഓക്കെ, we are going to conquer Ramakkal mountain. രാമക്കൽ മല കീഴടക്കാൻ വേണ്ടി പോവുകയാണ് ഈ കൂട്ടരെല്ലാം. ശ്രദ്ധിക്കണം, ഇവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ഏറ്റവും കാറ്റ് കൂടുതൽ വീശുന്ന സ്ഥലമെന്ന് അറിയപ്പെടുന്ന രാമക്കൽ മേട് ഏരിയകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കൂ, എത്ര സുന്ദരമാണ്. ഒരു മല, ഇവിടെ വലിയൊരു കുന്ന്, അതിൻ്റെ തൊട്ടിപ്പുറത്തും 2 മലകൾ, അപ്പുറത്തും ഒരു മല കാണാം. ഇതിൻ്റെ ഇടയിൽ അഗാധമായ ഗർത്തം. ആ ഗർത്തത്തിന് താഴോട്ട് പോയി അപ്പുറത്ത് വീണ്ടും വലിയ മല മുഴുവൻ ഫോഗ് മൂടിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇതാണ് രാമക്കലിലെ ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ്, രാമക്കൽ വ്യൂ പോയിന്റ്. അവിടെ ഒരു സ്ഥലം വിളിച്ചു പറയുന്നുണ്ട്. മക്കളെ മദ്രസയിൽ നിന്നുള്ള മക്കളാണ്, ശ്രദ്ധിച്ച് കയറണം. എല്ലാവരും ശ്രദ്ധിക്കണം. ചെങ്കുത്താനയായ ഈ മലയാണ് നമുക്ക് കയറാനുള്ളത്. ചെങ്കുത്താനയുള്ള ഈ മല, വെരി സ്റ്റീപ്പ് ദിസ് മൗണ്ടൻ. നോക്കൂ, സുന്ദരമായ സീൻ. ഓരോ ഏരിയയിൽ നമ്മൾ കയറുമ്പോൾ വീണ്ടും സുന്ദരത്തോടു കൂടി എടുക്കുന്നത്. നിങ്ങൾക്ക് ആകെ ഒരു കാര്യം അറിയുള്ളൂ. എന്തൊരു സുന്ദരം. നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ. ഈ ഇടയിലൂടെ ഇങ്ങനെ മല ചുറ്റിയാണ് കുട്ടികളെ. നോക്കൂ, സുന്ദരമായ ദൃശ്യങ്ങൾ കാണൂ. നമ്മളിപ്പോൾ മലയുടെ ഏകദേശം മോസ്റ്റ് പീക്കിലെത്താൻ നിൽക്കുകയാണ്. നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്, ആ റോഡ് പോലെ. കുട്ടികൾ മല കയറി ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി ഈ എഡ്ജിലൂടെ അങ്ങ് കടന്ന് അതും കൂടിയുണ്ട് പെൻഡിങ്. ഈ ഇടയിലൂടെയാണ് രാമക്കല്ല് ചുറ്റുന്നത്. അവിടെ നിക്കട്ടാ. ആരെ? ഞാനോ? ഞാൻ ഇപ്പൊ വരണേ. ആ, നമ്മളിപ്പോ വരാൻ വിചാരിച്ചത് ഇതിലൂടെ ആയിരുന്നു അല്ലേ? നമ്മളൊന്നുകൂടി അങ്ങനെ ആക്കിയാണ്. മാഷാ അല്ലാഹ്. രാമക്കൽ മേടിലെ ഏറ്റവും സുന്ദരമായ ഒരു വ്യൂ പോയിന്റാണിത്. രാമക്കൽ കല്ല് വലയം വെച്ച് നമ്മളിവിടെ എത്തി. ഇതാണ് എല്ലാവരും വലയം വെക്കണ കല്ല്. രാമക്കൽ മേടിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന താഴ്ഭാഗത്ത് കമ്പന്താനയിലെ മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉള്ള ആ ഏരിയയാണ് സൈഡ്. കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ കാണുന്നത് കൊടൈക്കനാൽ ഏരിയയിലേക്ക് പോകുമ്പോൾ കാഴ്ചകളാണ്. കടിമലകളായിരിക്കാം, അത് അറിയില്ല. ഏതായിരുന്നാലും
ഇവിടെ നല്ല കാറ്റാണ്, നല്ല ഒഴിവാണ്. മക്കളായിട്ടൊക്കെ വരുമ്പോൾ വളരെയധികം കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കണം. ഇത്രയും വിചിത്രമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ എത്രമാത്രം വിചിത്രവും അത്ഭുതകരവും സുന്ദരവുമായിരിക്കും. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا ما خلقت هذا باطلا سبحانك فقنا. അത് നന്നായി, ഈ ഛർദിയൊക്കെ വരികയും